ഹലോ, ഇത് നമുക്ക് ഇവിടെ ഉണ്ടാക്കുന്ന ഉണ്ടയുടെയും മഞ്ഞളുടെ ഇലയിൽ ഉണ്ടാക്കുന്ന അടയുടെയും റെസിപ്പി നോക്കാം. ഇതിപ്പോൾ പുഴുങ്ങലരി 10-12 മണിക്കൂർ കുതിർത്തിട്ട് നല്ല കട്ടിയിൽ ഗ്രൈൻഡറിൽ അരച്ചെടുത്തിരിക്കുന്നതാണ്. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളതാണിത്. ഇതിപ്പോൾ ഏകദേശം 2 ഗ്ലാസ് അരി ഉണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർക്കണം. ഒരു ചെറിയ തേങ്ങ മൊത്തമായിട്ട് ഇവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്, അത് മൊത്തം ഇതിൽ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. മിക്സിയിലാണ് അരക്കുന്നതെങ്കിൽ കുതിർത്ത് വെച്ച അരി ഇതുപോലെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. അതെന്തായാലും കുറച്ച് ലൂസായിരിക്കും. അപ്പോൾ അതിലേക്ക് പുട്ടുപൊടിയോ പത്തിരിപ്പൊടിയോ ചേർത്തിട്ട് ഇതുപോലെ കട്ടിയിലാക്കി മാറ്റുക. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതുപോലെ തന്നെ അരച്ചെടുക്കുമ്പോൾ ഈ തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. കൂടുതൽ നൈസായിട്ട് അരക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഈ സമയം കൊണ്ട് ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആവിയൊക്കെ ജസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഉരുട്ടിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കാം. ഇതുപോലെ ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. അല്ലാണ്ട് നീളത്തിലും ഇത് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പ്രസ് ചെയ്യാണ്ട് കുറച്ച് നീളത്തിലുള്ള ഉണ്ടകളാക്കിയിട്ടും ഇത് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഇത് എല്ലാം ഇതുപോലെ ചെയ്ത് വെക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വെച്ച് വേവിക്കണം. ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഇത് വേവിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഇതൊരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ നമുക്കെടുത്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മീൻകറിയാണ്. ചിക്കൻ കറിയും നല്ല ടേസ്റ്റാണ്. ഇനി വെജിറ്റബിൾ കറി ആണെങ്കിൽ കടലക്കറിയും നല്ല ടേസ്റ്റാണ്. അടുത്തത് നമുക്ക് മഞ്ഞളുടെ ഇലയിൽ ഉണ്ടാക്കുന്ന അടയുടെ റെസിപ്പി നോക്കാം. ഇതിനുവേണ്ടി ഒരു മുറി തേങ്ങ ഇവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ചെറിയൊരു തേങ്ങയുടെ ഒരു മുറി. വെല്ലം വലിയൊരു അച്ചിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. അതും ചിരണ്ടി വെക്കാം. ഇത്രയാണ് മാവുള്ളത്. അതായത് ആ ടിഫിൻ ബോക്സിന്റെ പകുതി മാവാണ് ഉണ്ടായിരുന്നത്. അതായത് 1 ഗ്ലാസ് വരും ഏകദേശം. നമ്മൾ കൂടുതൽ അരച്ച് വെച്ചാൽ ആദ്യം ഉണ്ട ഉണ്ടാക്കിയിട്ട് ബാക്കി അടയും ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലേക്കുമായി വൈകുന്നേരത്തേക്കുള്ളതുമായി. അപ്പോൾ ഇതുപോലെ ഇലയൊക്കെ നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായി പരത്തി തുടങ്ങാം. അപ്പം ഇതുപോലെ നേരിയതായിട്ട് പരത്തിയെടുക്കുക. എല്ലാം ഇതുപോലെ പരത്തിയെടുക്കാം. ഇതൊരു 6 എണ്ണത്തിനുള്ള മാവ് മാത്രമേ ഉള്ളൂ. എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചേർക്കാം. പിന്നെ പഞ്ചസാര 2 എണ്ണത്തിൽ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാരയോ വെല്ലോ ഏതാന്ന് വെച്ചാൽ ചേർക്കാം. ഇതിൽ പിന്നെ വേറെ ഒന്നും അധികം ചേർക്കാറില്ല. തേങ്ങയും വെല്ലോ അല്ലെങ്കിൽ പഞ്ചസാരയും. കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും ഇല്ലാത്ത ഫില്ലിംഗ് ആണ്. മഞ്ഞളുടെ ഇലയുടെ മണം തന്നെ ഉണ്ടാവും. വേറെ മണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നമുക്ക് അട എന്ന് പറഞ്ഞാൽ മഞ്ഞളുടെ ഇലയിലുള്ള അടയാണ് പൊതുവെ. അപ്പം എല്ലാം ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതും മടക്കി വെക്കാം. ഈ സമയം ആവിക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. ഒരു 15 മിനിറ്റ് ഒക്കെ മതി. ഒരു 15 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. ഇലയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. നല്ല മണമാണ് ഇത് തുറക്കുമ്പോൾ തന്നെ. ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നല്ല മണമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.